ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരും കീം എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 മാസത്തിനുള്ളിൽ നമ്മുടെ എക്സാം ഒക്കെ നടക്കാൻ പോകും. അപ്പോൾ ഈ പ്രിപ്പറേഷനോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പറ്റി, അല്ലേ? അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ പരിചയപ്പെടുന്ന നമ്മുടെ എൻ റൂട്ട് എന്ന് പറഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ പുതിയ 2 ബ്രാഞ്ചുകളെ പറ്റി പറയുകയാണ്. 2 ബ്രാഞ്ചുകൾ ഒന്നിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ചുകളും തമ്മിൽ ഏകദേശം റിലേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും അതോടൊപ്പം തന്നെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗുമാണ്. ആദ്യം നമുക്ക് എന്താണ് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനുള്ളിൽ പറക്കുന്ന ഒബ്ജക്റ്റുകൾ, അതായത് നമ്മുടെ എയർക്രാഫ്റ്റുകളെ പറ്റിയുള്ള പഠനമാണ് എന്ത് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതായത് എയർക്രാഫ്റ്റുകൾ, നമ്മുടെ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ, അതുപോലെ തന്നെ ഡിഫൻസിന് യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ, ദെൻ അതിൽ ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. ഇതിൻ്റെയൊക്കെ ഡിസൈനും കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസുമാണ് നമ്മൾ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് വെളിയിൽ, അതായത് നമ്മുടെ സ്പേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അതായത് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ബ്രദർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിനെ. ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എയർക്രാഫ്റ്റുകൾ മാത്രമല്ല, സാറ്റലൈറ്റുകൾ, അതേപോലെ മിസൈൽസ്, സ്പേസ് ഷട്ടിൽസ്, ഇവയെക്കുറിച്ചും കൂടെ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് പഠിക്കണം. മാത്രമല്ല ഇതിന് പുറത്ത് നടക്കുന്ന എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന് പുറത്ത് നടക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്താണ് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഏത് തരത്തിലുള്ള ആളുകളാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലേ? നമുക്ക് വെറുതെ നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും പൈലറ്റ് ആവണം, അല്ലെ അതാവണം ഇതാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? അപ്പം എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ വെറുതെ ഫ്ലൈറ്റിനോട് മാത്രം ഒരു ക്രൈസ്, അല്ലെങ്കിൽ പറക്കുന്ന ആ ഒരു സാധനത്തിനോട് ഒരു ക്രൈസ് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഫിസിക്സുമായിട്ട് നല്ലൊരു റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 ബ്രാഞ്ചുകൾക്കും വരുന്നുണ്ട്. ഫിസിക്സിൽ നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്യാം. ഫിസിക്സ് മാത്രമല്ല, കൂടെ മാത്തമാറ്റിക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്നീ ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ജക്റ്റിന്റെ പ്രിഫറൻസ് വരുന്നത്. ഫിസിക്സ് ആയിരിക്കും മെജോറിറ്റി വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റും അതുപോലെ തന്നെ ഡിഫൻസിന് യൂസ് ചെയ്യുന്ന നമ്മുടെ എയർക്രാഫ്റ്റുകളുമാണ്. ഇനി ഈ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനകത്ത് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് ഫിസിക്സ് തന്നെയാണ്. രണ്ടാമത് വരുന്നത് എയ്റോ ഡൈനാമിക്സ് ആണ്. എയർക്രാഫ്റ്റിന്റെ നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചേഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ, ഡിസൈൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എയ്റോ ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് വരുന്ന എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ്. അതായത് എൻജിൻസ്, എയർക്രാഫ്റ്റിന്റെ ബോഡി മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ പോരല്ലോ, എയർക്രാഫ്റ്റിന്റെ എൻജിൻസ്, അതിന്റെ ഉള്ളിലെ സിസ്റ്റംസ്, കൺട്രോൾ സിസ്റ്റംസ്, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പഠിക്കണം. ഇതാണ് നമുക്ക് പ്രൊപ്പൽഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ബ്രാഞ്ചിനകത്ത് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ബിടെക്കിന് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിടെക്കിന് എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംടെക്കിന് എന്ത് ചെയ്യാം, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു എൻജിൻസിനെ പറ്റി നമുക്കറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എൻജിൻസ്, അതേപോലെയുള്ള മെക്കാനിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എയ്റോനോട്ടിക്കൽ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സാറ്റലൈറ്റ്, അല്ലെ? നമ്മൾ കാണുന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാത്രമല്ല കാണുന്നത്, ഫ്ലൈറ്റുകൾ മാത്രമാണ് കാണുന്നത്, അല്ല, സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ഈ സാറ്റലൈറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് സ്പേസിനെ പറ്റി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് പഠിച്ചാലേ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എയ്റോനോട്ടിക്കലി പറഞ്ഞ പോലെ തന്നെ എയ്റോ ഡൈനാമിക്സ് ഉണ്ട്, പ്രൊപ്പൽഷൻ ഉണ്ട്, അതുപോലെ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, സ്ട്രക്ചറൽ
ഡിസൈനിങ് പഠിക്കാനുണ്ട്, പിന്നെ ഫ്ലൈറ്റ് മെക്കാനിസം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ സ്പേസിനെ പറ്റിയുണ്ട്, സ്പേസ് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിനകത്ത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ജോബ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എവിടെ പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ കോഴ്സുകൾ, അതായത് എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എന്ന് പറയുമ്പോൾ വളരെ റെയർ ആയിട്ടാണ് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജ് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്, ഓപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, എവിടേക്കാണ് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ളത്. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ നമുക്കറിയാം എയറോനോട്ടിക്കൽ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തിയററ്റിക്കൽ നോളജ് മാത്രമല്ല വേണ്ടത്, വളരെ നല്ല പ്രാക്ടിക്കൽ നോളജും നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മളൊരു ഫ്ലൈറ്റിനെ പറ്റി അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഡിസൈനിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ കൺസ്ട്രക്ഷന് പഠിക്കാൻ പറ്റിയുള്ള മോഡലുകൾ അവിടെ ഉണ്ടോ, അതിൻ്റെ പാർട്സുകൾ അവിടേക്ക് അവൈലബിൾ ആണോ, സോ ഇത് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ തിയററ്റിക്കലായിട്ട് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, പ്രാക്ടിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള കോളേജുകൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഓപ്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഏത് തരത്തിലുള്ള ജോലികളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ കൂടുതലും വരുന്നത് നമുക്കറിയാം ഫ്ലൈറ്റ് റിസർച്ച്, അതായത് ഫ്ലൈറ്റിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ ഫ്ലൈറ്റിൻ്റെ കൺസ്ട്രക്ഷൻസും നടക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമുക്ക് കൂടുതലും ജോലി ലഭിക്കാനുള്ള സാധ്യത. അത് മിക്കപ്പോഴും പുറം രാജ്യങ്ങളിലായിരിക്കും കൂടുതലും എയർക്രാഫ്റ്റ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ വിദേശത്ത് നല്ല ജോലി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസിലും എയർഫോഴ്സിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജോലിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആവാനും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത്രയാണ് നമ്മുടെ എയറോനോട്ടിക്കൽ ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിനെ പറ്റി നമുക്ക് ചെറിയ രീതിയിൽ പറയുമ്പോൾ ഇത്രയാണ് നമുക്ക് എയറോസ്പേസ് ആൻഡ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി ഒരു ഓവർവ്യൂ തരാനുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബ്രാഞ്ച് ഓപ്റ്റ് ചെയ്ത് മുന്നോട്ട് പഠിക്കുക. അപ്പോൾ കീം എക്സാം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്ത ബ്രാഞ്ചിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.